ഗുഡ് മോർണിംഗ് ഗൈസ്. ഐ ഹാവ് എ ഡിസ്ക്ലെയിമർ. ഈ വീഡിയോ ഞാൻ ഫുള്ള് കാണാനൊന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ബിക്കോസ് ദിസ് ഈസ് പ്യുവർലി ഒരു വീട്ടിലത്തെ ഗുഡ് മെമ്മറി ഡോക്യുമെൻറ്റേഷനാണ് എൻ്റെ. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് ബോറടിക്കും, നിങ്ങൾക്ക് ഭയങ്കര ലാഗിങ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഐ ഡു നോട്ട് റെക്കമെൻഡ് യു ടു വാച്ച് ദ ഫുൾ വീഡിയോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഹലോ ഗൈസ്, ഇന്ന് ജാനുവരി 29th. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് സ്കാനിങ് ആയിരുന്നു. നമ്മളോട് 11th അഡ്മിറ്റ് ആയിട്ട് 13th ഡെലിവറി ഉണ്ടാകും എന്നാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഈ പ്രസന്റ് സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലും ഭയം ഇല്ലാണ്ടൊന്നും ഇല്ല. കാരണം ഇനിയിപ്പോൾ ഒരു ഹാർഡ്ലി 14 days എന്തൊക്കെയോ ഉള്ളൂ നമുക്ക് ഡെലിവറിക്ക് ഷട്ടപ്പ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്രയും ലോങ് ഡ്രൈവ് ദാറ്റ് ഞങ്ങൾ തൃശ്ശൂർന്ന് പോണത് പാവറട്ടിയിലേക്കാണ്. 1 hour ജേർണി ഉണ്ട്. അവിടെ മമ്മമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരണം. പക്ഷെ അനിയും അനിയുടെ ചേട്ടനൊക്കെ ഭയങ്കര കൂളാണ്. അപ്പം അതൊക്കെ വണ്ടി ഓടിച്ച് പോയിക്കോളൂ എന്നുള്ളതാണ്. വീട്ടിൽ അനിയുടെ അമ്മയ്ക്കും നല്ല ടെൻഷൻ ഉണ്ട്. പോണോ അമ്മോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെ എത്തി? തൃശ്ശൂരല്ല, ഞങ്ങളിപ്പോൾ കുരിയച്ചൂർ എത്തി. പൊന്നയുടെ സ്കൂളിൻ്റെ സ്ഥലമാണ്. നമ്മൾ ഓൺ ദ വേ ആണ്. നമുക്കിനി 54 minutes കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ബേബിയൊക്കെ വന്ന് എല്ലാം സെക്യൂറായി സേഫായി എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഈ പുറം ലോകത്തിന് ഈ വീഡിയോ കാണിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും അഹങ്കാരി എന്ന് പറയും. കാരണം എൻ്റെ ഉള്ളിലും ടെൻഷൻ ഇല്ലാതെ ഒന്നുമില്ല പോണത്. പിന്നെ ഞാനും പൊന്നയും കൂടെയുള്ള ലാസ്റ്റത്തെ ലോങ് ഡ്രൈവ് ആയിരിക്കും. ഞാൻ പറഞ്ഞ മാത്രമായിട്ടുള്ളത്. ഇപ്പം ഇത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പം നമുക്ക് പുതിയൊരു മെമ്പർ ഉണ്ടാകും അല്ലേ പറഞ്ഞ. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ അവനെ കൊണ്ടുപോകണം അല്ലേ. അവനെ കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ. സോ നമ്മൾ രണ്ടുപേരും മാട്ടർ മുത്തശ്ശേരി അങ്ങോട്ട് പോകണം. ഐ ലവ് യു. ഓക്കെ, ഞങ്ങൾ ചിറ്റിശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഇരുട്ടായപ്പോഴാണ് മമ്മയുടെ വീട്ടിലെത്തിയത്. ഈ ലോങ് ഡ്രൈവ് സത്യം പറഞ്ഞാൽ ഈ ഒരു 10-12 ദിവസം കൂടെ ഉള്ളൂ ഡെലിവറിക്ക് എന്നുള്ള സ്റ്റേജിൽ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ വലിയ വയറ്, കുറേ നേരം ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഡ്രൈവ് ചെയ്യുമ്പോൾ അത്രയും അലേർട്ടായിട്ടിരിക്കണം എന്നുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഞാനും പൊന്നയും കൂടെ ഒരുമിച്ച് കുറേ കുഞ്ഞു കഥകളൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡ്രൈവ് വളരെ ഹാപ്പി ആയിരുന്നു. അവൻ്റെ കുറേ കഥകളൊക്കെ കേട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് മമ്മയുടെ വീട്ടിലെത്തി. ഇടയ്ക്കിടയ്ക്ക് മമ്മമ്മ വിളിച്ചിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട്. ഞങ്ങൾ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മമ്മമ്മ പഠിക്കൽ കാത്തു നിൽക്കുമായിരുന്നു. പൊന്നെത്തിയപ്പോൾ തന്നെ മമ്മമ്മയ്ക്ക് കരുതിയ മാങ്ങയ്ക്കും കൊടുത്തു. ഞങ്ങൾ ബാഗും സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങി. ഇതെൻ്റെ വലിയമ്മ കേട്ടോ. പിന്നെ പൊന്നയുടെ ടോയ്സ് എടുക്കലും കളിയൊക്കെ തുടങ്ങി. മമ്മമ്മ ഇവിടെ ഓറഞ്ചൊക്കെ ഇതാക്കി ജ്യൂസൊക്കെ റെഡിയാക്കി തന്നു. ഞാനിങ്ങനെ വീടിൻ്റെ ഉള്ളു മൊത്തം ഇങ്ങനെ ഇറങ്ങി നടക്കും കുറച്ച് നേരം. ഇത് എൻ്റെ അമ്മയുടെ ഇളയമയാണ്. അതായത് എൻ്റെ മമ്മമ്മയുടെ ഏറ്റവും യങ്ങസ്റ്റ് സിസ്റ്റർ കുസുമമ്മ എന്ന് ഞങ്ങൾ പറയുക. കുസുമമ്മ വന്നപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസും സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ അതിൻ്റെ വിശേഷങ്ങൾ പറയലും കഥ പറയലും പിന്നെ കുറേ പണ്ടത്തെ കഥകളും ഫോട്ടോസിൻ്റെ വിശേഷങ്ങളും അവരുടെ കസിൻസിൻ്റെ വിശേഷങ്ങളും എല്ലാവരും പറഞ്ഞിട്ടിരുന്നു. പൊന്നയ്ക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യമായ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. മണ്ണിൽ കളിക്കല്ലേ, ഇതെടുക്കല്ലേ എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കില്ല. കാരണം അമ്മമ്മ പറയും അതൊക്കെ കുട്ടികളാകുമ്പോൾ ചെയ്യും അമ്മു, എല്ലാത്തിനും ഇങ്ങനെ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് പറയും. മമ്മമ്മ ഇവൻ്റെ തുള്ളിച്ചാട്ടമൊക്കെ കണ്ട് നല്ല ഹാപ്പിയായിരുന്നു. എനിക്കിഷ്ടമുള്ള ഫുഡ് കുക്ക് ചെയ്തും അവനെ കുളിപ്പിച്ചിട്ടൊക്കെ മമ്മമ്മ നല്ല ആക്റ്റീവായിരുന്നു. മമ്മമ്മയ്ക്ക് കുറേ പഴയ കഥകൾ പറയാം, ഓർമ്മകൾ പറയാം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് നമുക്ക് കുറേ സങ്കടമൊക്കെ ആകും. കാരണം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നൊരു വീടല്ലേ. ഇപ്പം എല്ലാവരും തിരക്കാണ്, എല്ലാവരും പല സ്ഥലത്താണ്. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും വിഷമാകും. പക്ഷേ ഇത്രയെങ്കിലും നമുക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്സിൽ ഓരോ ദിവസവും ഇങ്ങനെ പോകും. പൊന്നനെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 minute അവൻ മണ്ണിലൊക്കെ പോയി മെഴുകി നല്ല അലമ്പാക്കി തരും. പൊന്നയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ച് നടക്കുന്നതിൻ്റേതായ യാതൊരു ബോറടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ മാവുണ്ടായിരുന്നു പണ്ട് വെക്കേഷന് വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും അപ്പുട്ടേട്ടനും വലിയേട്ടൻ കുഞ്ഞേട്ടൻ അമ്മാളും എല്ലാവരും കൂടെ ഈ ടെറസിൽ കയറിയിട്ട് ഈ മാങ്ങ പറിച്ച് ഉപ്പുമുളകൊക്കെ കൂടി കഴിക്കും. അതൊക്കെ നല്ല മെമ്മറി ആയിരുന്നു. ഇപ്രാവശ്യം പ്രഗ്നൻ്റ് ആയതിൻ്റെ പേരിൽ ഞാൻ ടെറസിലൊന്നും കയറിയില്ല.
ഇവിടെ വരുമ്പോൾ ഇയാളുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലിപ്പിയുടെ പിന്നാലെ, അതായത് എൻ്റെ വല്യമ്മയുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എടുത്ത് എൻ്റർടൈനിങ് ആണ് ആളുടെ ഒരു മെയിൻ കാര്യം. ആളും എൻഗേജ്ഡ് ആണ്. പിന്നെ ഞാനും ഓർക്കുമ്പോൾ ഒരു നല്ല കാര്യമല്ലേ, ആൻഡ് ഫിസിക്കലി നല്ല ആക്റ്റീവ് ആവും. ഈ ഇടയായിട്ട് അമ്മമ്മയുടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് കുറേ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഉച്ചയ്ക്ക് ഊണിന് വാഴലേ കഴിക്കുന്നതാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്ലേറ്റ് കഴുകിയ സമയം കളയണ്ട. കുറേ കാലം കൂടി കാണുമ്പോൾ നമ്മൾ കുറേ നേരം കുക്ക് ചെയ്ത് പിന്നെ ക്ലീൻ ചെയ്ത് സമയം പോകും. ഇതാകുമ്പോൾ ഊണ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പരിപാടിയിൽ എൻ്റെ അടുത്തിരിക്കാനല്ലേ പറഞ്ഞത്, നിൻ്റെ അടുത്ത് Kawan, artinya sama Dewa. ഇവിടെ അമ്മയുടെ എന്താ ചൂട്, അവരെ ഗേറ്റിനോട് പറഞ്ഞാലേ എന്ത് ചെയ്യാ. എന്തിനാ മിണ്ടാണ്ടിരിക്കാൻ പറയണേ? നാണക്കേടാണോ അടിക്കുന്നത്? ഇങ്ങനെ വലിച്ചു കൂട്ടിടാൻ പാടില്ല, അറേഞ്ച് ചെയ്ത് വെക്ക്. ലിപ്പിയുടെ അമ്മല്ലേന്ന് ചച്ചമ്മ. പൊന്നെ ആരപ്പിക്കാനാ പോണത്? കണ്ട വീഡിയോ തുറന്നവനൊപ്പം തെറ്റിച്ചു പറയും. പറ പൊന്നെ ആരപ്പിക്കാന. കല്യാണം അതിന്റെ ഭക്ഷണമൊക്കെ ഇവരൊക്കെ കഴിച്ചിട്ട് എടുത്തു വയറിനെ. ഓണത്തിനുണ്ട് അമ്മേനെ അമ്മേനെ കൊണ്ടത് ആ കൈ കാണു ഇപ്പൊ എന്താണ് മുത്തശ്ശി. പിന്നൊരു കാര്യം പറയട്ടെ, ഒരാളുടെ ഓർമ്മയുണ്ടാ? അച്ചാച്ചനാ മാമൻ. ഹായ് പറയ്. ഹായ്. ചൂട് ചൂട് ചൂട്. അതൊക്കെ അവര് ലൈറ്റൊക്കെ ഇട്ട് സൂത്രം കാട്ടിരുന്നായിരുന്നു മോനെ പറ്റി. Hello guys, this is Mama. Mama hi പറഞ്ഞ Mama. Hi. Hi. അമ്മൂടെ അവിടെ ചാവി കൊടുത്തു. മുണ്ടയിൽ അവിടെ കോയിൻസ് എല്ലാം ഉണ്ടോ? ഇതിലാണോ? ഇതിലില്ല. ഇതിലുണ്ടോ? ഇരിക്കുന്നേ. കുത്തിരിക്കെ.
തിരിച്ചു പോരണേൻ്റെ തലേ ദിവസം ഞങ്ങൾ മമ്മമ്മേനെയും ലിപ്പിനെയും ചച്ചുവിനെയും എല്ലാവരെയും കൂട്ടി കടവത്തേക്ക് പോയി. മമ്മമ്മയുടെ വീട്ടിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് അവിടെ പാടവും കടവൊക്കെ ഉള്ളത്. കുഞ്ഞിലെപ്പോൾ വെക്കേഷന് വന്നിട്ടുണ്ടെങ്കിലും അവിടേക്കൊരു വിസിറ്റ് പതിവാണ്. എല്ലാവരും കൂടെ പോയി അവിടെ ഓടിക്കളിക്കലും നിവർക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയും മെമ്മറിയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. മമ്മമ്മയും കുറേ കാലമായും തോന്നുന്നു ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട്. പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല, പണ്ടത്തെ ഓർമ്മകളൊക്കെ ഓർമ്മകളായി നിൽക്കുക. ഇവിടെ കാണാൻ വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കാട് പിടിച്ച് പാടൊന്നും കാര്യമായിട്ട് പണിതിട്ടില്ല. കടവൊക്കെ ഫുൾ പൂട്ടി. നമ്മൾ ലിപ്പിനെ വഴിയിൽ ഡ്രോപ്പ് ചെയ്തു. ലിപ്പി ഈസ് ഗോയിങ് ടു ടംബിൾ. യെസ്, അമ്പലം. നമ്മളിപ്പോ കടവത്തേക്ക് പോവാണ് ഗൈസ്. വണ്ടിയാണ്, ഫുള്ള് വണ്ടി ഒരയുന്നു. പോണ വഴിക്ക് നാട്ടുകാരുടെയും കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കടവത്തേക്ക് പോയി. ഇപ്പോൾ കാണുമ്പോൾ തോന്നുക ഇതൊക്കെ വലിയ മെമ്മറീസാണ്. ഇതുവരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ബോറടിക്കണം. പക്ഷേ ഇതൊക്കെ എൻ്റെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഹാപ്പിനെസ് തരുന്ന ഗോൾഡൻ മെമ്മറീസാണ്. അമ്മമ്മേനായിട്ട് ഇങ്ങനെയൊക്കെ പോവുക, പണ്ട് ഓർമ്മകളുള്ള സ്ഥലങ്ങളൊക്കെ വീണ്ടും പോവുക, അതൊക്കെ കാണുകയെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. അതും മോനെയും കൊണ്ട് പോണത് അതിലേറെ സന്തോഷം. കടവും പാടവും ഒക്കെ ആകെ മാറി. പണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോവായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുക. പണ്ട് നമ്മൾ അങ്ങോട്ടത്തേക്കൊക്കെ പോവായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ്. ഓ വീട് എഴുതിട്ടാ പറഞ്ഞ. ഹായ്, നമ്മൾ കടവത്ത് വന്നു. കടവ് മീൻസ് ഇവിടെ ചെറിയൊരു പുഴയുണ്ട്. അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല, ഭയങ്കര കാടും ചെളിയൊക്കെ പിടിച്ചു. കുറേ കുഞ്ഞിൽ വന്നിരുന്നതാണ്. എനിക്ക് തോന്നുന്നു മമ്മമ്മയ്ക്ക് ഞങ്ങൾ വരുമ്പോൾ തന്നെ വരാറുള്ളൂ. സോ മമ്മമ്മയ്ക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ കോലായിന്ന്. പക്ഷെ എന്നാലും ഉള്ളിലൊന്ന് വന്ന് കാണണം. പണ്ട് അമ്മേനൊക്കെ ആയിട്ട് വരുന്നതാണ്. കസിൻസ് എല്ലാവരും കൂടെ വരും, ഓടിക്കളിക്കൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി തോന്നി. ഇറ്റ്സ് ഗുഡ്. അങ്ങോട്ടൊന്നും അറ്റത്തേക്കൊന്നും പോകാൻ പറ്റില്ല, ഫുൾ കാടാ, പേടിയാവും നമുക്ക്, ചെളിയും വെള്ളവും ഒക്കെ ആയിട്ട്. പക്ഷെ എന്നാലും വന്നു. ഇപ്പം നമ്മളിപ്പോൾ പോവാണ്. ലിപ്പി അമ്പലത്തിൽ പോയിട്ടില്ലേ, നമുക്ക് ലിപ്പിൻ്റെ അമ്പലത്തിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വീട്ടിൽ പോകാം. കൊക്ക നോക്ക്. ഇവിടെ എന്തോരം കൃഷിട്ടിരുന്ന സ്ഥലം മോളെ. വേനൽക്കാലായാല് മത്തങ്ങുമ്പളൊക്കെ നടും. അത് ഹലോ ഗൈസ്, നമ്മളിപ്പോ പാടത്ത് പോയി, കടവത്ത് പോയി. നമ്മള് പാടത്ത് കുറെ കൊക്കിനെ കണ്ടു, കടവത്ത് നമ്മളൊന്നും കണ്ടില്ല. ചെളി. ഇപ്പൊ നമ്മൾ എവിടേക്കാ പോണത്? ഇപ്പൊ നമ്മള് നമ്മള് ഡ്രോപ്പ് ചെയ്തിട്ട് ലിപ്പി അമ്പലത്തിൽ പോയില്ലേ, നമുക്ക് ലിപ്പിയുടെ അമ്പലത്തിലേക്ക് പോകാം. ഓക്കേ. പൊന്നനെ വലിയ കാര്യമായിട്ട് അത് കാണിച്ചാൽ ഇത് കാണിച്ചാൽ കൊണ്ടുപോയിട്ട് ഒന്നും കാണാണ്ടായപ്പോൾ കുട്ടിക്ക് വിഷമമായി. അപ്പോൾ പാടത്തെ കൊക്കിനെ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് എക്സാജറേറ്റ് ചെയ്ത് എക്സ്പ്രഷനൊക്കെ കൊടുത്തു. അതുകൊണ്ട് അവൻ വലിയ വിഷമത്തിലൊന്നുമല്ല, ഹാപ്പിയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ലിപ്പിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് അമ്മമാരൊക്കെ വന്ന് കഥ പറയുന്നുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ് മുത്തശ്ശിക്ക്. കണ്ണെഴുതി തരുല്ലോ പൊന്നെ, സമ്മതിക്കില്ല ഞാൻ. പൊന്നനെ ഒരു ടാസ്ക് ഞാൻ തരാം. അമ്മുന്റെ പൊട്ട് സ്റ്റിക്കറില്ലേ, സ്റ്റിക്കർ പൊട്ട്, അത് റെഡ് എടുക്കാം നമുക്ക്. അത് ഉലുക്കി ഉള്ളി തൊലികളാണ പോലെ അല്ല, ചച്ചത്തെ പറഞ്ഞ ജീരകം, ഇതൊക്കെ പൊട്ടണം. മമ്മ കളർ പൊട്ടുകളാണ്, ഉടുപ്പിന് മാച്ച് ആയിട്ടുള്ള പൊട്ടിടും. മമ്മയ്ക്ക് ഇതൊക്കെ റെഡ് ഇടാം. പൊട്ട് വേറെ പൊട്ടുണ്ട്, നമുക്കിനി പുരുകം ശരിയാക്കാം.
മമ്മ ആ സാധനം കൃത്യമായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒക്കെ ഏത് പറഞ്ഞത് പോലെ പറയും ഇതെന്താ ഇവിടെ ഒരു പാലാണ് കിടക്കുന്നത്. മമ്മമ്മയുടെ പുരി കണ്ട ലാലേട്ടന്റെ പോലെ ഒരെണ്ണം താഴ്ന്നിട്ട് വരണം. ആയി നോക്ക് സുന്ദരിക്കോതാ. ഭൂതക്കണ്ണാവുന്നു. കിണറ്റില് ടോർച്ച് വെച്ച് നോക്കിട്ടാണ് കണ്ണെഴുതണെങ്കിൽ കണ്ണിനൊരു കടുമതി. നോക്കിയ നല്ല ബോർഡറുള്ള ചുണ്ടണോ ഇവിടെ നല്ലതാ. മമ്മമ്മക്ക് കസവിന്റെ സെറ്റ് കൊണ്ട് കൊടുത്തിട്ട് ഒരു കണ്ണാടയും കൂടെ വെച്ചാല് UDC ഇങ്ങോട്ടാ. ഞങ്ങൾ തൃശ്ശൂർക്ക് പോവാണ് ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങള് അങ്ങനെ തലൂരെത്തി. തലൂരല്ല, എസ്റ്റേറ്റിന്റെ അവിടെ എത്തി. വീടിന്റെ അടുത്താണ്. ഞങ്ങളിവിടെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനുണ്ടല്ലോ മമ്മൂമ്മ അങ്ങോട്ട് വരണ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മയുടെ അടുത്തേക്ക് വരണത് കുറച്ച് ദിവസം കൂടെ ഉള്ള ഡെലിവറിക്ക്. അപ്പം ഞാനിപ്പോൾ ഒന്നും ഇടില്ല. വാവ വന്നെല്ലാം സേഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇടുള്ളൂ എന്ന്. അപ്പം ഇത് കൺക്ലൂഷനാണ്. ഞാൻ തിരിച്ച് സേഫായിട്ട് എത്തി ഗൈസ്. എന്തിടില്ല ഞാൻ വീഡിയോ വാങ്ങുന്നത് അധികം ആൾക്കാർ തല്ലില്ലേ. സാമർത്ഥ്യക്കാരി അവള് പ്രസവിക്കാൻ 10 ദിവസമുള്ള അപ്പൊ അവള് വണ്ടി എടുത്ത് നടക്കുക എന്ന് പറയില്ലേ. എന്തെങ്കിലും ആയാല് ഇപ്പൊ ഒന്നും ആയിട്ടില്ലെങ്കിലേ ഞാൻ ഇടുള്ളൂ. സോ അപ്പൊ തിരിച്ചു വരുമ്പോ എന്നെ ഒറ്റയ്ക്ക് വിട്ടില്ല. അപ്പൊ എന്റെ കൂടെ മമ്മമ്മയും പെപ്പിൻ ചച്ചും എല്ലാരും വന്നു. പൊന്നോടെ കിടന്ന് ഉറങ്ങാണ്. എനിക്ക് എന്താ അഡ്വൈസ് തരാനുള്ള 5 മക്കളെ പെറ്റ അമ്മ എന്ന നിലയ്ക്ക് എന്റെ 2ാമത്തെ പ്രസവത്തെ കുറിച്ച് എന്ത് അഡ്വൈസ് ആണ് മമ്മമ്മയ്ക്ക് തരാനുള്ളത്? പറയാൻ എന്താ പറയാ, ഒരു പ്രസവം കണ്ട ആളാണ്. 2ാമത്തെ പ്രസവത്തിന് അതിൻ്റെതായ ആത്മധൈര്യമൊക്കെ ഉണ്ടാവും. പഠിച്ചിട്ടുള്ള അറിവും പരിചയത്തിനനുസരിച്ചുള്ള അറിവൊക്കെ മോൾക്ക് ഉണ്ടാവും. അതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പം അതനുസരിച്ചുള്ള ആത്മധൈര്യത്തോടു കൂടി ഇരിക്കുക. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പോസ്റ്റ് ഡെലിവറിയിൽ 55th ഡേ ആണെന്ന്. 55th ഡേ. ആൻഡ് we are here. Thanks for watching.